ഇന്നലെയാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. പാർട്ടി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ വലിയ മനോവിഷമത്തിലായിരുന്നു. ഒപ്പം ശിവസേനയിൽ ചേരുകയും ചെയ്തിരുന്നു. താൻ എന്ത് രീതിയിലും മുന്നോട്ട് പോകും എന്നതായിരുന്നു ആനന്ദ് സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വൈകിട്ട് ആനന്ദ് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ആത്മഹത്യാക്കുറിപ്പിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് BJPക്കും RSSനും എതിരെ ഉള്ളത്. മണ്ണുമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് പ്രാദേശികമായ നേതാക്കൾ. അങ്ങനെയുള്ള ആൾക്കാണ് മത്സരിക്കാൻ സീറ്റ് നൽകിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറത്ത് പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുപോവുകയാണോ? എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ആനന്ദിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് എടപ്പഴിഞ്ഞിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ബന്ധുക്കൾക്ക് ആനന്ദിന്റെ മൃതദേഹം വിട്ടു നൽകുക. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ തൃക്കണ്ണാപുരത്തെ തന്നെയുള്ള പ്രാദേശിക RSS ചുമതലക്കാരുമായിട്ടുള്ളവർ, അദ്ദേഹത്തിന്റെ കുടുംബവുമായി അടുത്ത് ബന്ധം പുലർത്തുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആനന്ദിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ്. ആനന്ദ് ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. RSS പ്രവർത്തകരോ BJP പ്രവർത്തകരോ ആരും തന്നെ കാണാൻ വരരുത്, തന്നെ കാലിന്റെ മൃതദേഹം കാണിക്കരുത് എന്നുള്ളതാണ്. ഏതായാലും RSSന്റെ മേൽനോട്ടത്തിൽ തന്നെ, നിയന്ത്രണത്തിൽ തന്നെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ബന്ധുക്കൾക്ക് കൈമാറുക. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആനന്ദിന്റെ അടുത്ത ബന്ധുക്കൾ, ഭാര്യ, സഹോദരനെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടോ പ്രശാന്ത്? സംസ്കാരം ഇന്ന് തന്നെ നടക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സംസ്കാരം നടക്കും എന്നാണ് നമുക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പുത്തൻകോട്ട ശ്മശാനത്തിനാണ് എന്ന ഒരു വിവരമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ബന്ധുക്കൾ കൈക്കൊള്ളും. ഏതായാലും കൂടുതൽ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പ്രവർത്തകരും നേതാക്കളും കാണാൻ എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ ആദ്യ സമയത്ത് നടത്തിയ പ്രതികരണം, ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ജില്ലാ നേതാക്കളടക്കമുള്ള BJPയുടെ നേതാക്കൾ നടത്തിയ പ്രതികരണത്തിൽ വലിയ അമർഷം അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന പാർട്ടി പ്രവർത്തകർക്കും BJP RSS പ്രവർത്തകർക്കും മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. കാരണം പലരും പ്രതികരിച്ചത് ആനന്ദിനെ അറിയില്ല, കണ്ട ഓർമ്മയില്ല എന്ന മട്ടിലാണ്. പക്ഷേ 20 വർഷത്തിലധികമായി RSSന്റെ സജീവ പ്രവർത്തകനായി താലൂക്ക് തലത്തിലും ജില്ലയിലെ പല ചുമതലകളൊക്കെ വഹിച്ച ഒരു പ്രവർത്തകനെ, അല്ലെങ്കിൽ ഒരു നിരയിൽപ്പെട്ട ഒരു സജീവ RSS പ്രവർത്തകനെ അറിയില്ല എന്ന തുടക്കത്തിലുള്ള പ്രതികരണത്തിൽ വലിയ അമർഷമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. BJPയുടെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 11:30 മാരാർജി ഭവനിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തീർച്ചയായും പാർട്ടി ഇക്കാര്യത്തിൽ രണ്ട് പ്രതിസന്ധിയാണ്. പാർട്ടി ഇക്കാര്യത്തിൽ കൃത്യമായി വിശദീകരണം നൽകിയേ മതിയാകൂ. ഇപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ല തുടങ്ങിയ വാദമുഖങ്ങളൊക്കെ ഉയർത്താമെങ്കിലും ഒരു പ്രവർത്തകൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി, അത് എവിടെയാണ് ആ പിഴവുകൾ സംഭവിച്ചതെന്ന് പാർട്ടി കൃത്യമായി വിശദീകരിക്കണം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ നടക്കുന്ന വേളയിൽ BJPയെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.